ഹലോ, അസ്സാം വലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നൊരു ബിഗിനേഴ്സിനുള്ള സ്റ്റിച്ചാണ് ഞാൻ ഇവിടെ പഠിപ്പിക്കുന്നത്. വീഡിയോ കുറച്ച് ലോങ് ആണ്, അപ്പോൾ ഞാൻ സ്ലോലി ആയിട്ടാണ് ഇത് പഠിപ്പിക്കുന്നത്. അപ്പോൾ ഇതറിയുന്നവർക്ക് ഇതൊരു സിമ്പിളായിട്ട് തോന്നും, പക്ഷെ അറിയാത്തവർക്ക് ഇത് ഒരു യൂസ്ഫുള്ളായിട്ട് തോന്നുമായിരിക്കും. അപ്പോൾ വീഡിയോ കണ്ട് മുഴുവനായിട്ട് കാണുക. ഓരോരോ സ്റ്റെപ്പായിട്ട് ഞാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ ആദ്യം തന്നെ ഒരു ത്രെഡ് എടുക്കുക, അതിൻ്റെ ഒരു വശം ഒന്ന് കെട്ടിട്ട് കൊടുക്കുക. അപ്പോൾ മറ്റൊരു വശത്തിൽ കൂടി സൂചി ഇട്ടതിന് ശേഷം കൂട്ടി യോജിപ്പിക്കണ്ട, ഞാൻ ഫസ്റ്റിൽ കാണിച്ചു തന്നിട്ടില്ലേ, ആ രൂപത്തിൽ ചെയ്യുക. ഇത് റണ്ണിങ് സ്റ്റിച്ചാണ്. അപ്പോൾ നമ്മൾ ഇത് നോർമലായിട്ടുള്ളൊരു സ്റ്റിച്ചാണ്. അപ്പോൾ ഇതിങ്ങനെ ചെയ്ത് കൊണ്ടുവരിക, ഒന്നിടവിട്ട് ആ രൂപത്തിലേക്ക് കൊണ്ടുവരിക. അതുപോലെ ക്ലോത്ത് എടുക്കുമ്പം പോപ്പിംഗ് ക്ലോത്ത് എന്ന് പറഞ്ഞിട്ടില്ല ഒരു ഫാബ്രിക്കാണ് യൂസ് ചെയ്യുന്നത്. എംബ്രോയ്ഡറീൻ്റെ ഫസ്റ്റ് സ്റ്റിച്ചിങ് പഠിക്കൽ പോപ്പിംഗ് തുണിയിലാണ്. ഇങ്ങനെ ഒരു ഫ്രെയിമും പോപ്പിംഗ് തുണിയും എല്ലാ ഈ സ്റ്റിച്ചിങ് ഫാബ്രിക് തുണി കിട്ടുന്ന ഷോപ്പിൽ കിട്ടും. അതുപോലെ ത്രെഡും അങ്ങനെ. പിന്നെ ഇത് നോർമൽ നീഡിലിനെക്കാട്ടി കുറച്ച് അതിൻ്റെ ഹോള് വലുതുള്ള നീഡിലാണ് യൂസ് ചെയ്തിട്ടുള്ളത്. സെക്കൻഡും സെയിം ടൈപ്പ് നൂല് തന്നെ എടുത്ത് സെയിം രൂപത്തിൽ തന്നെ കെട്ടിട്ടത്. അതായത് ഒരു നൂലിൻ്റെ ഒരു ത്രെഡ് എന്ന് പറയുന്നത് 6 നൂല് വരുന്നതാണ്. ആ രൂപത്തിലാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ബാക്ക് സ്റ്റിച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം ഒരു സ്റ്റിച്ച് ഇട്ട് കൊടുക്കുക, റണ്ണിങ് സ്റ്റിച്ച് ഇടുക. നേരെ ഓപ്പോസിറ്റിൽ നിന്ന് അടുത്ത് ആദ്യം ഇട്ടതിലേക്ക് സൂചി ഇറക്കിയിട്ട് വേണം ബാക്ക് സ്റ്റിച്ച് ചെയ്യുന്നത്. അപ്പോൾ വീഡിയോ കാണുമ്പോൾ മനസ്സിലാവും, ജസ്റ്റ് മനസ്സിലാകാൻ വേണ്ടിയിട്ട് പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ പിന്നെ എംബ്രോയ്ഡറി പഠിക്കാമെന്ന് വെച്ചാൽ സിമ്പിളായിട്ട് പഠിക്കാവുന്നതേ ഉള്ളൂ. അതിനൊരു ക്ലാസ്സിൽ പോകണമെന്നോ ഇതൊന്നുമില്ല. പക്ഷെ ബേസിക് പഠിച്ചതിന് ശേഷം മാത്രം പഠിക്കുക. പിന്നെ ഒരു സ്റ്റിച്ചിൻ്റെ പലതരം പേരുകളാണ് ഓരോ സ്റ്റിച്ചിന്. അപ്പോൾ നമ്മളിപ്പോൾ ഒരു ഫ്ലവർ ചെയ്യുന്ന സമയത്ത് ഇന്ന് സ്റ്റിച്ചാന്ന് പറയുമ്പോൾ ആ സ്റ്റിച്ച് എന്താണെന്നുള്ളത് അറിഞ്ഞിരിക്കണം. കാരണം ബിഗിനേഴ്സിന് അതുകൊണ്ടാണ് സ്റ്റിച്ചിങ് ആദ്യം തന്നെ പഠിക്കണമെന്ന് പറയുന്നത്. ലോങ് വീഡിയോ ആയതുകൊണ്ട് കുറച്ച് ലാഗായിട്ട് തോന്നും, പക്ഷേ നല്ല യൂസ്ഫുള്ളാവും. നിങ്ങൾക്ക് ഇത് പഠിച്ച് കഴിയുമ്പോൾ ഒരു 7 സ്റ്റിച്ച് ഈ വീഡിയോ ഫുൾ കണ്ട് കഴിയുമ്പോൾ നിങ്ങൾ ഈ 7 സ്റ്റിച്ചും പഠിച്ചിട്ടുണ്ടാവും, ഇതിൻ്റെ പേരും സ്റ്റിച്ചും. അപ്പോൾ നിങ്ങൾക്കൊരു വീഡിയോ കാണുമ്പോൾ ഇന്ന സ്റ്റിച്ചാണെന്നുള്ളത് പെട്ടെന്ന് മനസ്സിലാക്കിയെടുക്കാൻ കഴിയും. അപ്പോൾ അതിൻ്റെ ഓരോ സ്റ്റിച്ചിന് ഓരോ രൂപവും ഓരോ ത്രെഡിൻ്റെ അളവുകളുണ്ട്. ഇപ്പോൾ ഇതിനെല്ലാം നോർമൽ ഇങ്ങനെയുള്ള സ്റ്റിച്ചിനെല്ലാം ചിലപ്പോൾ 6 നൂലായിരിക്കും എടുക്കുക, ചിലതിന് 3 എടുക്കും, ചിലതിന് 12 എടുക്കും, അതായത് 2 എണ്ണം ഒരുമിച്ചെടുക്കും. അങ്ങനെ അത് ഈ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അടുത്തത് ചെയിൻ സ്റ്റിച്ചാണ്. അപ്പോൾ ചെയിൻ സ്റ്റിച്ചിന് ആദ്യം ഒരേ ഭാഗത്ത് 2 വട്ടം നൂല് കോർക്കുക, റൗണ്ട് ഷേപ്പ് ആവും. അപ്പോൾ അതിൻ്റെ ഉള്ളിലേക്ക് വീണ്ടും 2 വട്ടം സൂചി കുത്തിയിട്ട് ഇതാക്കാം. വീഡിയോയിൽ കാണുന്നതായിരിക്കും കുറച്ചും കൂടി നല്ലത്, എക്സ്പ്ലെയിൻ ചെയ്തതിനെ കാട്ടി. അപ്പോൾ ഞാൻ ഇനി ഓരോരോ സ്റ്റിച്ചിങ്ങിൻ്റെ സമയത്ത് സംസാരിക്കാം. അപ്പോൾ വീഡിയോ നിങ്ങൾ കാണുക, മുഴുവനായിട്ട് കണ്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ ഇതുപോലെയുള്ള വീഡിയോസ് ഇഷ്ടമുള്ള കൂട്ടുകാർക്കൊക്കെ അയച്ചു കൊടുക്കാം. അപ്പോൾ ഇതൊരു തുടങ്ങിയതേ ഉള്ളൂ ഇങ്ങനെ ഒരു ചാനൽ. അപ്പോൾ ഇതൊരു പാർട്ട് 1 ആണ്. അപ്പോൾ ഓരോരാഴ്ച ഞാൻ ഓരോ പാർട്ടായിട്ട് ഇടുന്നതായിരിക്കും. അതാകുമ്പോൾ നിങ്ങൾക്ക് കൂടുതൽ മനസ്സിലാക്കാൻ കുറച്ച് ടൈം എടുക്കും. അപ്പോൾ ഇത് പ്രാക്ടീസ് ചെയ്യാനും ഒരു അരമണിക്കൂർ, ഒരു ദിവസം ഒരു 20 മിനിറ്റ് മുതൽ ഒരു 30 മിനിറ്റ് വരെ നിങ്ങൾ മാറ്റി വെച്ചാൽ മതി ഇത് പഠിക്കാൻ വേണ്ടിയിട്ട്. കാരണം ഫസ്റ്റ് ചെയ്യുന്നവർക്ക് ഇതൊരു കുറച്ചൊരു ബുദ്ധിമുട്ടായിട്ട് തന്നെ തോന്നും. കാരണം ഇപ്പം ഞാൻ വെച്ചതൊരു സ്റ്റാൻഡിൻ്റെ മേലാണ്, പക്ഷേ ഞാൻ ഇത്രയും വർഷം ഒരുപാട് വർഷം ഞാൻ യൂട്യൂബ് നോക്കി പഠിച്ചതാണ്. അപ്പോൾ ഒരുപാട് വർഷം ഞാൻ കയ്യിൽ വെച്ചിട്ടാണ് ഇത് ചെയ്തിട്ടുള്ളത്. അപ്പോൾ കയ്യിൽ വെച്ച് സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഫസ്റ്റ് ഒരാൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് തന്നെ തോന്നും.
അപ്പോൾ അത് പ്രാക്ടീസ് ചെയ്ത് കൈ വേദന ഉണ്ടാവും കുറച്ച്. അപ്പോൾ പ്രാക്ടീസ് ചെയ്ത് വരുമ്പോൾ നമുക്ക് അതിൻ്റെ ഒരു രൂപവും അതിൻ്റെ ഒരു മെത്തേഡും കാര്യങ്ങളും കൈക്കൊരു എക്സസൈസും കാര്യങ്ങളും പോലെ തോന്നും. ആദ്യം കുറച്ച് ബുദ്ധിമുട്ടുകൾ, പിന്നെ ഇത് ഈസി ആയിട്ട് തോന്നും. പിന്നെ നിങ്ങൾ വേണ്ടതെന്ന് വെച്ചാൽ ഒരുവിധം എല്ലാ സ്റ്റിച്ചിങ്ങും പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ഭാവനയിലൊരു സ്റ്റിച്ചിങ്ങും ഡിസൈനും കൊടുക്കുക. ആദ്യം തന്നെ ക്ലോത്തിൽ കൊടുക്കാതെ ഒരു പേപ്പറിൽ വരച്ചതിന് ശേഷം ഏതൊക്കെ സ്റ്റിച്ച് ഏതെല്ലാം ഭാഗത്ത് വേണമെന്ന് നോട്ട് ചെയ്ത് വെക്കുക. ഇന്ന് എന്താണെന്നറിയോ, നമ്മളെ ഒരു ഇമാജിനേഷനിൽ ക്ലോത്തിൽ ചെയ്യുമ്പോൾ ഏതൊക്കെ ഭാഗത്ത് ഏതെല്ലാം തരത്തിൽ സ്റ്റിച്ച് കൊടുക്കണമെന്നില്ല കറക്റ്റ് നമുക്ക് ഐഡിയാസ് കിട്ടും. എപ്പോഴും ഏതൊരു കാര്യവും, അത് എംബ്രോയ്ഡറി ആയിക്കോട്ടെ, ഏതൊരു കാര്യവും ചെയ്യുന്നതിന് മുമ്പ് ഒരു റഫായിട്ടൊരു പേപ്പറിൽ ചെയ്ത് കൊടുക്കുക. റഫായിട്ട് ആദ്യം ഒന്ന് വരക്കുക, ടെല്ല് എവിടെയുള്ള, എന്നിട്ട് അത് വേറൊരു പേപ്പറിൽ പെർഫെക്റ്റായിട്ട് എന്താണ് എക്സാക്റ്റ് നിങ്ങൾക്ക് വേണ്ടത് അത് നിങ്ങൾ പേപ്പറിൽ വരച്ചതിന് ശേഷം മാത്രം അതിൻ്റെ നെക്സ്റ്റ്, അതായത് 3 സ്റ്റെപ്പ് എന്ന് പറയും ഇതിന്. ഫസ്റ്റ് ഒരു റഫായിട്ട് നമ്മൾ ഇമാജിനേഷൻ ഒരു പേപ്പറിൽ റഫായിട്ട് വരക്കുക. അത് കറക്റ്റാക്കിയിട്ടൊരു കളേഴ്സും കാര്യങ്ങളും എന്തൊക്കെ കളർ എവിടെയൊക്കെ കൊടുക്കണമെന്നും ഏതൊക്കെ ത്രെഡ്, അതായത് ഞാൻ ഇപ്പോൾ എംബ്രോയ്ഡറിയുടെ പറയുന്നത് കൊണ്ടാണ് അങ്ങനെ പറയുന്നത്. ഏതൊക്കെ സ്റ്റിച്ചസ് ഏതൊക്കെ രൂപത്തിലാണ് ഏതൊക്കെ ഭാഗത്താണ് ഈ പിക്ചറിൽ കൊടുക്കേണ്ടതെന്നിൽ കറക്റ്റായിട്ട് നിങ്ങൾ മാറ്റി വരക്കുക. ശേഷം നിങ്ങൾ ക്ലോത്തിലേക്ക് അത് ഡിസൈൻ ചെയ്യുക. അത് നിങ്ങൾക്ക് ഇപ്പം അതിന് പേപ്പറുണ്ട്, ഒരു കാർബൺ പേപ്പറില്ലേ, അത് വാങ്ങാൻ കിട്ടും. അത് വെച്ചിട്ട് നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. പിന്നെ ഞാൻ ഈ വീഡിയോസിലൊക്കെ യൂസ് ചെയ്തിട്ടുള്ള പെന്ന് അയൺ ചെയ്യുമ്പോൾ മായുന്ന ടൈപ്പ്, അതായത് അത് മാഞ്ഞു പോകും ചൂട് തട്ടുമ്പോൾ. ആ രൂപത്തിലുള്ള പെന്ന് നമുക്ക് മീഷോ കാര്യങ്ങൾ ഇപ്പോൾ എല്ലാ ഷോപ്പിലും അവൈലബിളാണ്. ചെറിയ രൂപയിലും അങ്ങനെ വാങ്ങാവുന്നതാണ്. അടുത്തത് ഞാൻ ഇപ്പോൾ ബ്ലാങ്കറ്റ് സ്റ്റിച്ചിലേക്ക് കടന്നു. ഇത് നമ്മൾ ടവല്, ബ്ലാങ്കറ്റ്, ഇതിനൊക്കെ എഡ്ജ് ഭാഗം വരുന്നില്ലേ, ഏതൊരു ഫാബ്രിക്കിൻ്റെ എഡ്ജ് ഭാഗത്ത് യൂസ് ചെയ്യുന്ന ഒരു ഡിസൈനാണിത്. അപ്പോൾ വീഡിയോ കറക്റ്റ് നിങ്ങൾക്ക് കാണാം. അപ്പോൾ ഞാൻ എല്ലാത്തിൻ്റെയും ലോങ് ആയിട്ട് തന്നെ കംപ്ലീറ്റ് ചെയ്യുന്ന വീഡിയോസ് തന്നെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അത് നിങ്ങൾ ശ്രദ്ധിച്ച് കാണാം. ആദ്യം ഒന്ന് വീഡിയോ ശ്രദ്ധിച്ച് കാണാം, അതിന് ശേഷം മാത്രം. നിങ്ങൾക്ക് ഇപ്പോൾ ലോങ് വീഡിയോ ആയതുകൊണ്ട് കുറച്ച് ബുദ്ധിമുട്ടാണ്, 2 പ്രാവശ്യം 3 പ്രാവശ്യമൊക്കെ കാണാൻ. അപ്പോൾ ആദ്യം തന്നെ നിങ്ങൾ നന്നായിട്ട് വീഡിയോസ് ശ്രദ്ധിച്ച് കണ്ടതിന് ശേഷം മാത്രം നിങ്ങൾ സ്റ്റിച്ച് ചെയ്യാൻ തുടങ്ങും. കാരണം എന്ന് വെച്ചാൽ ഞാനൊക്കെ ആദ്യമൊക്കെ ഒരു വീഡിയോ കാണുമ്പോൾ തന്നെ ഇവിടുന്ന് സ്റ്റിച്ച് ചെയ്യാൻ തുടങ്ങും. അപ്പോൾ തെറ്റും, എന്നിട്ട് വീണ്ടും അത് കാണും. ഒരു ധൃതി പോലെ ആയിരുന്നു എൻ്റെയൊക്കെ ഒരു ക്യാരക്ടർ. പിന്നെ എനിക്ക് മനസ്സിലായി ഇങ്ങനെ ചെയ്താൽ ശരിയാവില്ല. അപ്പം ഞാൻ ഡ്രോയിങ് ആയാലും എംബ്രോയ്ഡറി ആയാലും ആരി വർക്ക് ആയാലും ഞാൻ ഇത് 3ഉം യൂട്യൂബൊക്കെ, ഡ്രോയിങ് ചെറിയ പ്രായത്തിൽ ചെയ്യലുണ്ട്. എനിക്കൊരു ചാനലും ഉണ്ട്, ആർട്ട് ഓഫ് സെക്കിയ എന്ന് പറഞ്ഞൊരു ചാനലും ഉണ്ട് ഡ്രോയിങ്ങിൻ്റെ. ഇപ്പം ഞാൻ കുറച്ചായിട്ട് വീഡിയോസ് ഇടാറില്ല, കാരണം എനിക്ക് ടൈം കുറച്ച് ഇഷ്യൂ വന്നതുകൊണ്ട് അതിൽ അങ്ങനെ ഞാൻ ഇടാറില്ല. ചെറിയൊരു ബ്രേക്ക് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഡ്രോയിങ് എന്ന് പറഞ്ഞാൽ ഞാൻ പിക്ചർ നോക്കി വരയ്ക്കുന്നതാണ്, അല്ലാതെ യൂട്യൂബൊക്കെ വരച്ചതല്ല. പക്ഷെ എംബ്രോയ്ഡറി ഞാൻ ഇതുപോലെ ആദ്യം കുറേ വീഡിയോസ് കണ്ട് അങ്ങനെ പഠിച്ചതാണ്. അതുപോലെ ഈ കോച്ചിങ് സ്റ്റിച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 12 ത്രെഡ്, അതായത് ഒരു നൂലെടുത്ത് കഴിഞ്ഞാൽ 2 സൂചി നടുക്കേക്കും കൊണ്ടുവന്ന് അതിൻ്റെ 2 എൻഡും നോട്ടിട്ട് വെച്ചതിന് ശേഷം മാത്രമാണ് ഇങ്ങനെ കൊടുക്കുക. അതുകൊണ്ടാണ് 12 എണ്ണം കിട്ടിയത്. ശേഷം സ്ട്രൈറ്റ് ആയിട്ട് ഇതുപോലെ കൊടുക്കുക. ശേഷം വേറൊരു കളർ എടുത്ത് ഇതുപോലെ ചെറിയ സ്റ്റിച്ചിങ് പോലെ കൊടുത്തു കഴിഞ്ഞാൽ ഇതൊക്കെ നല്ലൊരു ഡിസൈന് സിമ്പിളായിട്ട് നമ്മൾ ഡ്രസ്സിനിൽ ചെയ്യുന്നൊരു മോഡലാണ്. അപ്പോൾ നമ്മൾ ഈ ഓരോരോ വീഡിയോസും ഓരോരോ സ്റ്റിച്ചേഴ്സും പഠിച്ചതിന് ശേഷം നമുക്ക് ഒരുപാട് ഐഡിയാസ് കിട്ടും. ഓരോരോ ഡ്രസ്സ് കാണുമ്പോൾ ഇപ്പം ഹാൻഡ് എംബ്രോയ്ഡറിക്ക് നല്ല കോസ്റ്റാണ് ഡ്രസ്സിന്, അതുപോലെ അത് ചെയ്യുന്നവർക്കും നല്ല കോസ്റ്റാണ് അതിൻ്റെ എമൗണ്ട്. അപ്പോൾ നിങ്ങൾക്കൊരു ഡ്രസ്സ് കാണുമ്പോൾ
ഈ സ്റ്റിച്ച് കാണുമ്പോൾ ഇന്ന സ്റ്റിച്ചാണെന്നില്ല പെട്ടെന്ന് ക്യാച്ച് ചെയ്യാൻ പറ്റും. നിങ്ങൾ എന്താ വേണ്ടതെന്ന് വെച്ചാൽ റഫായിട്ട് ഒരു ബുക്ക് ഉണ്ടാക്കുക. ശേഷം ഇതുപോലെ വരച്ച് ഇതിൻ്റെ പേര് കൊടുക്കുക. ശേഷം അതുപോലെ നിങ്ങൾ എംബ്രോയ്ഡറി പഠിക്കുന്നൊരു A4 ഷേപ്പിൽ തന്നെ ഇത് മുറിക്കുക, പിന്നെ പോപ്പിംഗ് ക്ലോത്ത്, എന്നിട്ട് ഓരോ നമ്പർ ഇട്ട് ഇത് പഠിക്കുക. അപ്പോൾ ബുക്കിൻ്റെ ഒരു വശത്ത് പോപ്പിംഗ് ക്ലോത്ത് ഒട്ടിക്കുക, അതേ സെയിം പാറ്റേൺ ബുക്കിൽ വരച്ച് കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഈസി ആയിട്ട് പഠിച്ചെടുക്കാൻ കഴിയും, മറക്കില്ല. അപ്പോൾ കുറേ കാലം കഴിഞ്ഞിട്ട് ഒരു ബ്രേക്കെല്ലാം എടുത്ത് വീണ്ടും സ്റ്റിച്ച് ചെയ്യാൻ തുടങ്ങുമ്പോൾ ഈ ബുക്ക് മാത്രം മതിയാകും. കാരണം യൂട്യൂബ് വേണ്ട. കാരണം നിങ്ങളെ മൈൻഡിൽ ഈ പിക്ചർ കാണുമ്പോൾ മൈൻഡിൽ ഓട്ടോമാറ്റിക്കലി ഇതിൻ്റെ മെത്തേഡ് വരും എങ്ങനെയാണെന്നില്ല. കാരണം ഓരോന്നിനും നമ്മൾ എന്തായാലും ഒരു പഠിച്ചതിന് ഒരു ബ്രേക്ക് എടുക്കലുണ്ട്. കൂടുതൽ പുതിയ പഠിക്കാനും എൻ്റെ എല്ലാം ഒരു ക്യാരക്ടർ വെച്ചിട്ട് എനിക്കൊരു കാര്യം പഠിച്ചുകൊണ്ടിരിക്കല എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ സ്റ്റിച്ചിങ് പഠിച്ചിട്ടുണ്ട്, ഡ്രോയിങ് പഠിച്ചിട്ടുണ്ട്, ആരി വർക്ക് പഠിച്ചിട്ടുണ്ട്, എംബ്രോയ്ഡറി പഠിച്ചിട്ടുണ്ട്, ഹാൻഡ് മെയ്ഡ് ഐറ്റംസ് പഠിച്ചിട്ടുണ്ട്, ഹെയർ ബാൻഡ് പഠിച്ചിട്ടുണ്ട്. ഇതെല്ലാം എൻ്റെ ഓരോ സമയത്ത് ഓരോ ഇൻട്രസ്റ്റ് മാറിക്കൊണ്ടിരിക്കും. അപ്പം ഞാൻ ഇതൊക്കെ ഒരു ബുക്കിൽ എല്ലാം എഴുതി വെക്കും. ഓരോ ബുക്കും ഇങ്ങനെ എഴുതി വെക്കുന്ന ഒരാളാണ്. അപ്പം ഞാൻ വീണ്ടും ഇപ്പം ഞാനൊരു 5-6 എണ്ണം പഠിച്ചു കഴിഞ്ഞാൽ വീണ്ടും എനിക്ക് പഠിക്കണമെന്ന് തോന്നുമ്പോൾ, ഇപ്പോൾ സ്റ്റിച്ചിങ്ങിലേക്ക് തന്നെ വരണമെന്ന് തോന്നുമ്പോൾ ഞാൻ സ്റ്റിച്ചിങ് ബുക്ക് എടുക്കും. അപ്പോൾ എനിക്ക് പെട്ടെന്ന് ക്യാച്ച് ചെയ്യും. അങ്ങനെ ഇപ്പോൾ നിങ്ങൾ ഇങ്ങനെ ഓരോരോ ബുക്കെല്ലാം ആക്കിയിട്ട് അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറേ എത്ര കാലം കഴിഞ്ഞാലും അല്ലേ ആ ബുക്ക് നോക്കുമ്പോൾ നമുക്ക് ഓട്ടോമാറ്റിക്കലി നമ്മൾ പഠിച്ച കാര്യങ്ങൾ ഇങ്ങനെ മൈൻഡിൽ ഇങ്ങനെ വരും. നമ്മൾ ഇഷ്ടത്തോടെ പഠിക്കുന്നതും വോയിസിൽ പഠിക്കുന്നതും രണ്ടാം. ഏത് കാര്യവും ഇഷ്ടത്തോടെ പഠിക്കാം. ഇവിടെ ഞാൻ സംസാരിക്കുന്നതായിട്ട് ജിസാക്ക് സ്റ്റിച്ചിങ് കഴിഞ്ഞു. അതൊക്കെ ഈസിയാണ്. വീഡിയോസിൽ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. ഇത് ഫ്ലൈ സ്റ്റിച്ചിങ് കൂടുതൽ യൂസ് ചെയ്യൽ നമ്മളെ ഫ്ലവേഴ്സ്, പിന്നെ ട്രീസ്, ഇതുപോലെയുള്ള മോഡൽ ഉണ്ടാവില്ല, വള്ളി പോലെയുള്ള ഇത് കുട്ടികളുടെ ഡ്രസ്സിനൊക്കെ ചെയ്യുന്ന ഫ്ലവേഴ്സ്. ഇതിന് കൂടുതൽ ഫ്രഞ്ച് നോട്ട് എന്ന് പറഞ്ഞൊരു പിന്നെ സ്റ്റിച്ചാണ് ഇതിൻ്റെ എൻഡിൽ കൊടുക്കൽ. ഫ്രഞ്ച് നോട്ടൊക്കെ വരുന്ന വീഡിയോസുകളിലൊക്കെ ഞാൻ പറഞ്ഞു തരാം എങ്ങനെയൊക്കെയാണെന്നില്ല. ഫ്രഞ്ച് നോട്ടിൽ തന്നെ പിന്നെ പലതരമുണ്ട്. ഓരോരോ സ്റ്റിച്ചിങ്ങിലും 1-2 ബേസ് തന്നെ ഉണ്ട്. ഇപ്പോൾ ഒരു ഉദാഹരണത്തിന് ഫ്രഞ്ച് നോട്ടിൽ 1 ത്രെഡ് ചെയ്യുന്നതുണ്ട്, 2 ത്രെഡ് ചെയ്യുന്നുണ്ട്, 3 ത്രെഡ് ചെയ്യുന്നതുണ്ട്. അതുപോലെ വൂവൻ റോസ് എന്ന് പറഞ്ഞിട്ട് 3 ടൈപ്പ് വൂവൻ റോസ് ടൈപ്പ് ഉണ്ട്. അങ്ങനെ ഓരോന്നിനും ഓരോ കുറേ കാറ്റഗറി ഉണ്ട്. അപ്പോൾ ഞാൻ വരുന്ന വീഡിയോസിലൊക്കെ ഇങ്ങനെ കുറച്ചായിട്ട് അപ്ലോഡ് ചെയ്യുക. ലോങ് വീഡിയോ ചെയ്യുമ്പോൾ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ പെട്ടെന്ന് എഡിറ്റ് ചെയ്ത് എടുക്കാൻ കഴിയില്ല. കാരണം അതിൻ്റെ കുറേ കട്ട് ചെയ്ത് എഡിറ്റിങ് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യം. പിന്നെ ഇതൊക്കെ ഞാൻ ചെയ്യുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് റിലാക്സ് ആയിട്ട് ചെയ്യണം. അപ്പം ഞാൻ പാതിരാത്രി ഈ വീഡിയോസ് എല്ലാം എടുക്കുന്നതും എഡിറ്റ് ചെയ്യും. അപ്പോൾ ഇതിൻ്റേതായൊരു ടൈമും ഇതെല്ലാം ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് ഞാൻ വീക്കിൽ 1 പ്രാവശ്യം മാത്രമേ, വീക്കിൽ 1-2 പ്രാവശ്യം മാത്രമേ ഞാൻ ലോങ് വീഡിയോ ഇടും. പിന്നെ അടുത്തത് വിപ്പിംഗ് സ്റ്റിച്ച് എന്ന് പറഞ്ഞിട്ട് എനിക്ക് ഏറ്റവും നല്ലൊരു കാണാൻ നല്ല ലുക്കിലൊരു സ്റ്റിച്ചാണ്. ആദ്യം ബാക്ക് സ്റ്റിച്ച് കൊടുക്കുക, ശേഷം ഒരു കളർ ചൂസ് ചെയ്യുക, എന്നിട്ട് അതിന് മാച്ചാകുന്ന രൂപത്തിൽ വേറൊരു ത്രെഡ് എടുത്ത് അതിൻ്റെ അകത്ത് വശത്തേക്ക് കൂടി ഇതുപോലെ പിന്നെ കൊണ്ടുവരിക. നമ്മൾ എന്താ പറയുക, പാമ്പ് സ്റ്റൈൽ എന്ന് പറയില്ലേ, വൈവ് സ്റ്റൈല് അത്. പിന്നെ എപ്പോഴും ചെയ്യുമ്പോൾ ഏതൊരു സ്റ്റിച്ചിനും വലിച്ച് പിടിക്കരുത് സ്റ്റിച്ച്. കാരണം വലിച്ചു പിടിക്കുമ്പോൾ അതിൻ്റെ പെർഫെക്ഷൻ പോക്കാം. ഇപ്പോൾ ഇത് ചെയ്യുമ്പോൾ പോലും ഞാൻ ശക്തിയിൽ പിടിക്കുന്നില്ല, വലിച്ചു പിടിക്കാതിരിക്കുക. കാരണം സ്റ്റിച്ചിൻ്റെ ആ ഒരു പെർഫെക്ഷൻ കിട്ടണമെങ്കിൽ സാവധാനം സ്ലോലി ഇത് ഹാർഡായിട്ട് പിടിക്കാണ്ട് സ്ലോലി ആക്കിയിട്ട് ചെയ്ത് കൊടുക്കാം. വീഡിയോസിൽ ഞാൻ കുറച്ച് സ്പീഡ് കൂട്ടിയതാണ്, കാരണം ഞാൻ അത്രയും സ്ലോലി ചെയ്തതാണ്. ഇത് ഏകദേശം 45 മിനിറ്റ് വീഡിയോസ് ഞാൻ എഡിറ്റ് ചെയ്തിട്ടാണ് 14 മിനിറ്റിലേക്ക് ഏകദേശം 15 മിനിറ്റിലേക്ക് മാറ്റിയത്. കാരണം അത്രയും ഞാൻ സ്ലോലി ചെയ്ത് വന്നിട്ടുള്ളതാണ്. അപ്പോൾ വീഡിയോ മുഴുവനായിട്ട് കണ്ടവരാണെങ്കിൽ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. ഇതുപോലെയുള്ള വീഡിയോസ് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. വീണ്ടും മറ്റൊരു വീഡിയോ ആയിട്ട് വരാം. അതുവരെ താങ്ക് യു.